മിന്നുകെട്ട് ഭാഗം 17. രചന അവതരണം ദിവ്യരാജ്. അമ്മു അമ്മു ഡി എണീറ്റെ. ഇസഹാക്ക് തട്ടി വിളിച്ചതും ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ തുറന്നു അമ്മാളും. ഇച്ചായ, ഞാൻ ഉറങ്ങിപ്പോയി, മൂരി നിവർത്തിക്കൊണ്ട് പറഞ്ഞവൾ കാറിന്റെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിയതും കുറ്റാക്കൂരിരുട്ട്. ഇച്ചായ, ഇതെവിടാ? കാട് മറ്റോ ആണോ? ശരിക്കും നിങ്ങളെന്നെ കളയാൻ കൊണ്ടുപോവാണോ? ചെറിയൊരു പേടിയോടെ അവനെ നോക്കി. നിനക്ക് അഹങ്കാരം ഇത്തിരി കൂടുതലാ, അതൊന്ന് കുറയ്ക്കാൻ പോവുക. ചിരി കടിച്ചു പിടിച്ച് പറഞ്ഞതും അവനെ നോക്കി ചുണ്ടുകൂർപ്പിച്ചവൾ. ഇസഹാക്ക് ആദ്യം ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. പിന്നാലെ അമ്മുവിനും ഡോർ തുറന്നു കൊടുത്തു. പുറത്തിറങ്ങണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ അവനെ നോക്കിയതും ഇരു കയ്യാലെയും കോരിയെടുത്തിരുന്നു ഇസഹാക്ക് അവളെ. ഇച്ചായ, താഴെ ഇറക്ക്, ഞാൻ നടന്നോളാം. നമ്മൾ എവിടേക്കായി പോണത്? കുതറാൻ തുടങ്ങിയതും അടങ്ങമ്മു, നമ്മൾ ദേ ഇപ്പോ എത്തും. അവനത് പറയുമ്പോൾ അവൾ ചുറ്റും നോക്കി. മുട്ടോളം ഉയരത്തിൽ ചെടികൾ തെങ്ങി ഞെരുങ്ങി കിടക്കുന്നത് നിലാവെളിച്ചത്തിൽ അവൾ കണ്ടു. നല്ല ഏലത്തിന്റെ മണം പോകെ പോകെ മൂക്കിലേക്ക് അരിച്ചു കയറിയതും ഏലത്തോട്ടമാണതെന്ന് മനസ്സിലായി. കുറച്ചു ദൂരം കഴിഞ്ഞ് ഒരു പാറയുടെ അരികിലായി വന്നു നിന്നു. അവൻ മുന്നിലേക്ക് നോക്കാൻ കണ്ണുകൾ കാണിച്ചു. നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു. ചെറിയൊരു നദി ഉയരമുള്ള പാറയുടെ മുകളിൽ നിന്നും ഒഴുകുന്നുണ്ടായിരുന്നു. അതും വലിയ ശബ്ദമില്ലാതെ ശാന്തമായി. അതിനടുത്തായി കുഞ്ഞൊരു കുളം. കുളത്തിലേക്കാണ് പുഴയിലെ തെളിനീരൊഴുകുന്നത്. ആമ്പലുകൾ വിടർന്നു വരുന്ന മണം മൂക്കിലേക്ക് തുളച്ചു കയറിയതും മനസ്സിന് തണുപ്പ് തോന്നി. നിറയെ മിന്നാമിനുങ്ങുകൾ പാറി കളിക്കുന്നുണ്ടായിരുന്നു. ആ നിലാവെളിച്ചത്തിൽ കുളത്തിന് പ്രത്യേക ഭംഗി തോന്നി. അവളുടെ മുഖം സന്തോഷം കൊണ്ട് തെളിഞ്ഞു വരുന്നത് അവൻ നോക്കിക്കണ്ടു. കുറച്ചുകൂടി മുന്നോട്ട് നടന്നു ഇസഹാക്ക്, അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ. പാറയുടെ മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ജലകണികകൾ അവരുടെ ദേഹത്തേക്കും തെറിച്ചു. ഉടലൊന്ന് നനയവേ വല്ലാത്ത തണുപ്പ് തോന്നി അവൾക്ക്. ചുമലൊതുക്കി നിന്ന പെണ്ണിനെ അരയിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ചു ഇസഹാക്ക്. തന്റെ ദേഹത്തേക്ക് കൂടുതൽ അവളെ ചേർത്ത് പിടിച്ചു. വശ്യമായ പുഞ്ചിരിയോടെ അവളുടെ നെറുകിൽ അവൻ ചുണ്ടുകൾ ചേർത്തു. കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അവളുടെ പ്രണയ സല്ലാപത്തിന് പ്രകൃതി ഒരുക്കിയ ഇടം പോലെ തോന്നി അവൾക്ക് ആ നിമിഷം. മനസ്സും ശരീരവും അവനിലേക്ക് കൂടുതൽ ചാഞ്ഞു. ചുറ്റും പാറിപ്പറക്കുന്ന മിന്നാമിനിങ്ങിലും കുളത്തിലെ പാതി വിരിഞ്ഞു തുടങ്ങിയ ആമ്പൽ പൂവുകളിലും അവളുടെ കണ്ണുകൾ ഉടക്കി നിന്നു കൗതുകത്തോടെ. പിണക്കം മാറിയോ പൊന്നെ? കാറ്റുപോലെ നേർത്ത അവന്റെ ശബ്ദം കാതുകളിൽ പതിച്ചതും ശരീരമാകെ കുളിരി കോരിയിട്ട പോലെ തോന്നി. സകല രോമകൂപങ്ങളും ഉണർന്നു. അവന്റെ കണ്ണുകൾ അവളിൽ തഴുകിക്കൊണ്ടിരുന്നു. അമ്മു, ഐ ലവ് യു, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഇസഹാക്ക്. നാല് ചുറ്റുമുള്ള കൂറ്റൻ പാറകളിൽ തട്ടി ശബ്ദം പ്രതിധ്വനിച്ചു കൊണ്ടിരുന്നു. അമ്മു അവന് മുറുകെ പുണർന്നു. അവന്റെ കവളിലായി ചുണ്ടുകൾ ചേർത്തു. ലവ് യു ജോച്ചായ, ലവ് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ സർപ്രൈസ്. പതിയെ പറഞ്ഞുകൊണ്ട് അവന്റെ അധരത്തിൽ അമർത്തി ചുംബിച്ചു മാറാൻ തുടങ്ങിയതും ഇസഹാക്ക് അവളുടെ അധരത്തിലേക്ക് ആഴ്ന്നിരുന്നു. പിടച്ചിലൂടെ നോക്കിയവളുടെ അരയിൽ അവന്റെ കൈകൾ മുറുകി. അവളുടെ കൈ വേദനിക്കാതിരിക്കാൻ കരുതലോടെ തന്നിലേക്ക് ചേർത്തു വെച്ചു. ശരീരവും മനസ്സും അതിർരേഖ കടന്നു. ശ്വാസം വിലങ്ങിയതും അവളിൽ നിന്നും അവൻ വേർപെട്ടു. അമ്മു, ഇനിയുള്ള എൻ്റെ ഓരോ നിമിഷവും എന്നോടൊപ്പം നീ ഉണ്ടാവണം, മരിക്കുവോളം. അവനത് പറയവേ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് നിന്നു അമ്മാളും. ഈ സമയം കുരിശുമറ്റത്ത്. നീ ഇങ്ങനെ ഡെസ്പ് ആവല്ലേ എഡി, എല്ലാം ഓക്കെ ആവും. അവളുടെ ഓർമ്മകൾ എന്തെങ്കിലും ഒരിക്കൽ തിരികെ വരുമെന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ നീ വെറുതെ ടെൻഷൻ ആവുന്നേ? എസ്തേർ എഡിയെ സമാധാനിപ്പിച്ചു കൊണ്ടിരുന്നു. അയാൾക്കൊപ്പം അവളെ കാണുന്നത് ഭ്രാന്ത് പിടിപ്പിക്കുക. ഇങ്ങനെ പോവാണേൽ അധികം വൈകാതെ അമ്മാളും അയാളും ഒന്നാകും. എല്ലാ അർത്ഥത്തിലും അവൾ അയാളുടെ ഭാര്യയാവും. അങ്ങനെ വന്നാൽ നമ്മുടെ പ്ലാൻ ഒന്നും നടക്കില്ല. എന്തായാലും ആദ്യം രണ്ടുപേരെയും തമ്മിൽ അകറ്റണം. അതാ ചെയ്യേണ്ടത്, കുടിലതയോടെ അവൻ പറഞ്ഞു. ഒരിക്കലും ഇത് നടക്കില്ല എഡി. ഈ എസ്തേറിന്റെ പ്രണയം വലിച്ചെറിഞ്ഞിട്ട് ഒരിക്കലും അവളോടൊപ്പം ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല ഇസഹാക്കിനെ, പകയോടെ പറഞ്ഞു എസ്തേർ. ആദ്യമായി എനിക്ക് പ്രണയം തോന്നിയത് അവനോടാ. ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ജോൺ റയർ പീസാണ്. അറിയില്ല ഞാൻ അവനിൽ എങ്ങനെ അഡിക്റ്റ് ആയെന്ന്. പക്ഷെ എൻ്റെ സ്ഥാനത്തല്ലേ ഇന്ന് അവൾ. പക്ഷെ അധികം നീണ്ടു പോവില്ല എഡി, അവൾ നിന്നിലേക്ക് തന്നെ വന്നു ചേരും.
അവർ ഇന്നോ ഇന്നലെയോ കണ്ടുമുട്ടിയവരല്ല എസ്തേർ. കുഞ്ഞുനാളു മുതൽ ഒരുമിച്ച് ഒരു വീട്ടിൽ വളർന്നതാ. അന്ന് മുതലേയുള്ള അടുപ്പവും പ്രണയവുമാ. അവൾ മനസ്സിലുള്ളതുകൊണ്ടാ അയാൾ നിന്നെ റിജക്റ്റ് ചെയ്തത്. തേടി നടക്കുകയായിരുന്നുവെന്ന് ഓർമ്മ നഷ്ടപ്പെട്ട കാമുകിയെ പുച്ഛത്തോടെ പറഞ്ഞു എണ്ടി. ഇപ്പോഴാ ഞാൻ അറിയുന്നത്. പറഞ്ഞുകൊണ്ട് ദൂരേക്ക് നോട്ടം പായിച്ചു. അമ്മാളുവിനെ ജോൺ വെറുക്കും, ആട്ടിയകറ്റും. അതിനുള്ള മരുന്ന് എന്റെ കൈവശമുണ്ടെണ്ടി. കാത്തിരുന്നോ നീ? വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. ചിരിയോടെ പറഞ്ഞതും എഡ്ഡി അവളെ തന്നെ നോക്കി സംശയത്തോടെ. ഇങ്ങനെ നോക്കണ്ട, എല്ലാം നിനക്ക് മനസ്സിലാവും വൈകാതെ. ഇപ്പോ ഞാൻ ചെന്ന് അവളെയൊന്ന് കാണട്ടെ, ആ അമ്മാളുവിനെ. ചിരിയോടെ പറഞ്ഞുകൊണ്ട് റൂമിൽ ചെല്ലുമ്പോൾ പുറത്തു നിന്നും കുറ്റിയിട്ടിരിക്കുന്നു. അവനെ സംശയത്തോടെ നോക്കി എസ്തേർ. എവിടെ പോവാൻ? താഴെ ഉണ്ടാവും, പുച്ഛത്തോടെ പറഞ്ഞവൻ. നേരെ താഴേക്ക് ചെല്ലുമ്പോൾ ഹാളിൽ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു. എസ്തേറും ഹെഡിയും താഴേക്ക് വരുന്നത് കണ്ടതും ആനി റൂമിലേക്ക് കയറിപ്പോയി. ജോണും അമ്മാളുവും എവിടെ സോഫി ആൻറ്റി? റൂം പുറത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുക. അവളത് പറഞ്ഞപ്പോൾ അമ്പരപ്പോടെ അവരെ നോക്കി സോഫി. ഇവിടെ തന്നെ കാണും മോളെ, നീ പുറത്തേക്കൊന്ന് പോയി നോക്ക്. സോഫി അത് പറഞ്ഞതും പിള്ളേർ ഇവിടെ ഇല്ല സോഫി, അവര് പുറത്തേക്ക് പോയിരിക്കുക. ഇന്നിനി അവരെ നോക്കണ്ട, വരില്ല, നാളെ വന്നോളും. കത്രീന അമ്മ ചെറുചിരിയോടെ പറഞ്ഞു. അമ്മച്ചിയോട് പറഞ്ഞായിരുന്നോ? എന്നാലും ഒരു വാക്ക് പോലും മിണ്ടാതെ പോയി കളഞ്ഞല്ലോ കള്ള തിരുമലകൾ. സെലിൻ ചിരിയോടെ പറഞ്ഞതും എഡിക്ക് ദേഷ്യം പിടിച്ചു. പല്ല് ഞെരിച്ചുകൊണ്ട് അകത്തേക്ക് പാഞ്ഞു ചെന്ന് ഫോൺ എടുത്ത് ഇച്ചായൻ എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു. സ്വിച്ച്ഡ് ഓഫാണ് എന്ന് കണ്ട് അമ്മാളുവിന്റെ നമ്പറിലേക്ക് മാറി മാറി വിളിച്ചു. പക്ഷേ ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും എടുക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും അവരിതെവിടെ പോയതാ? ആരോടും പറയാതെ പോയെങ്കിൽ ഈ യാത്ര സംതിങ് സ്പെഷ്യൽ ആവില്ലേ? അവന്റെ ഒപ്പം ഒരു രാത്രി അവൾ ഒറ്റയ്ക്ക്. ഭ്രാന്ത് പിടിക്കുക. അരിശത്തോടെ പുലമ്പി പറഞ്ഞു എഡ്ഡി. ദേ പെണ്ണെ, ഇനിയും ഇങ്ങനെ നിന്നാലേ വല്ല വടയക്ഷിയും വരും. നമുക്ക് പോവണ്ടേ? അവളെ അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു ഇസഹാക്ക്. വടയക്ഷിയോ? അയ്യോ! പേടിയോടെ അവനെ നോക്കിയവൾ. പേടിക്കണ്ടടി, ഞാൻ വെറുതെ പറഞ്ഞതാ. നീ കൂടെയുള്ളപ്പോൾ വേറെ ആര് വരാനാ? പിറുപിറുത്തതും അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പെരുവിരലിൽ ഉയർന്നു പൊങ്ങി കവളിൽ പല്ലുകൾ അഴുത്തി അവൾ. ആ എടി, വെറുതെ ഇളക്കല്ലേ, എന്റെ പൊന്നു കൊച്ച് നിലവിളിച്ചു പോവും. കള്ളച്ചിരിയോടെ അവളെ നോക്കി. അമ്മാളു അവനെ കൂർപ്പിച്ചു നോക്കിയതും വലിച്ചു നെഞ്ചിലേക്ക് ചേർത്തിരുന്നു. പതിയെ നടന്ന് കാർ നിർത്തി ഇട്ടിരുന്നിടത്തേക്ക് പോയി. കാറിൽ കയറിയതും അമ്മാളും അവന്റെ തോളിൽ ചാഞ്ഞു കിടന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയതും ഒരിടറോഡിലൂടെ അകത്തേക്ക് കയറി. അവിടെ ചുറ്റും മേലത്തോട്ടം മാത്രം, പേരിന് പോലും വീടുകളില്ല. മറ്റൊരു ഗേറ്റ് കടന്ന് കാർ അകത്തേക്ക് കയറി. കരിങ്കല്ല് ഉപയോഗിച്ച് ചെയ്ത ഒരു ഇരുനില വീട്. അതിനു മുന്നിലായുള്ള പോർച്ചിൽ കാർ കൊണ്ട് നിർത്തി. കണ്ടാൽ ബംഗ്ലാവ് പോലെ തോന്നും. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ച വീടാണെന്ന് തോന്നി അമ്മാളുവിന്. ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയതും 50 വയസ്സോളം പ്രായം വരുന്ന ഒരാൾ ഓടിക്കിതച്ച് അടുത്തേക്ക് വന്നു. പീറ്ററേട്ടായി, സൗഖ്യമാ? ചിരിയോടെ ചോദിച്ചു ഇസഹാക്ക്. സൗഖ്യം താൻ. മോൻ വരുമെന്ന് പറഞ്ഞത് കൊണ്ട് വേഗം വന്ന് ഇവിടെ ലൈറ്റ് പോട്ടതാ. നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടതൊക്കെ അകത്ത് കരുതി വെച്ചിട്ടുണ്ട്. ഭക്ഷണം പുറത്തുനിന്നും വാങ്ങണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് വാങ്ങിയില്ല. മലയാളവും തമിഴും കലർത്തി പറയുന്നുണ്ടായിരുന്നു അയാൾ. അമ്മാളു കൗതുകത്തോടെ ചുറ്റും നോക്കി നിൽപ്പുണ്ടായിരുന്നു. അമ്മു, ഇതാ പീറ്ററേട്ടായി. ഈ ഗസ്റ്റ് ഹൗസ് വല്യപ്പച്ചൻ്റെതായിരുന്നു. പണ്ട് ഏതോ സായിപ്പിന്റെ കയ്യിൽ നിന്നും മോഹവില കൊടുത്ത് വാങ്ങിയതാ. അന്ന് പീറ്ററേട്ടന് 6 or 7 വയസ്സായിരുന്നു. അന്ന് മുതൽ ഇവിടെ ഉണ്ട് ആള്. ചിരിയോടെ പറഞ്ഞതും അമ്മ പുഞ്ചിരിയോടെ അയാളെ നോക്കി. ഇത് ആരാന്ന് മനസ്സിലായോ പീറ്ററേട്ടന്? അമ്മുവിനെ ചേർത്ത് പിടിച്ചു ഇസഹാക്ക്. മോന്റെ സംസാരം താനേ, ചിരിയോടെ പറഞ്ഞയാൾ. അതേ ഇന്ന് തലയാട്ടി. നിങ്ങളുള്ള പൊപ്പ കലംബ്രേ. പറഞ്ഞതും ഇസഹാക്ക് തലയാട്ടി സമ്മത രൂപേണ. ഉടനെ അയാൾ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അകത്ത് കയറിയതും ചിരിയോടെ വാതിൽ ചാരി അവൻ. ചെറുപേടിയോടെ അമ്മു അവനെ നോക്കി. ഇച്ചായ, ഒന്ന് നീ ഇറക്കിക്കൊണ്ട് അവനെ വിളിച്ചു. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളോ? പോരെ അമ്മു. ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ മാത്രം. വല്ലാത്തൊരു നോട്ടത്തോടെ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചൂണ്ടുവിരലാൽ അവളുടെ മുഖത്തേക്ക് വിരലോടിച്ചു. പകപ്പോടെ അമ്മു അവനെ തന്നെ നോക്കി നിന്നു. ഇസഹാക്കിന്റെ നോട്ടം കണ്ടതും പകപ്പോടെ അവനെ നോക്കി നിന്നവൾ.
ഈശ്വരാ, ഈ ഇച്ചായനത് എന്തിനുള്ള പുറപ്പാടാ? വിറയോടെ പിറുപിറുത്തു, ശബ്ദം പുറത്തേക്ക് വരാതെ. എന്താ പൊന്നെ, പേടിയുണ്ടോ? ചെറുതായി വിയർപ്പ് പൊടിയാൻ തുടങ്ങിയ അവളുടെ മൂക്കിൽ കിള്ളിക്കൊണ്ട് വശ്യമായ ചിരിയോടെ അവളിലേക്ക് ചേർന്നതും അമ്മാള് പിന്നിലേക്ക് രണ്ടടി വെച്ചുപോയി. ചുമരിൽ തട്ടി നിന്നവളുടെ ദേഹത്തേക്ക് ചാരി നിന്നു ഇസഹാക്ക്. അവൾക്കിരുവശത്തുമായി രണ്ട് കൈകളും ചുമരിൽ കുത്തിനിന്ന് അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. അവന്റെ നോട്ടത്തിന്റെ പ്രഭാവം കാരണം മുഖം കുരിച്ചു നിന്നവൾ. ഇസഹാക്കിന്റെ കണ്ണുകൾ അവളുടെ നെറുകിലും കവളുകളിലും ചുണ്ടുകളിലും അമർന്നു. വിറയോടെ ധരിച്ചിരുന്ന സ്കേർട്ടിൽ അവൾ പിടിമുറുക്കി. ഇച്ചായ, നേർത്ത നാദത്തോടെ വിളിച്ചത്. എന്നതാ പൊന്നെ? തിരിച്ച് അതേപോലെ ശബ്ദം താഴ്ത്തി വിളികേട്ടവൻ. നമ്മളെ കാണാണ്ട് വീട്ടില് തിരക്കില്ലേ? ഉണ്ട കണ്ണുകൾ വിഴിഞ്ഞു വന്നു. ഇസഹാക്ക് അവളെ തന്നെ നോക്കി. നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഈ രാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക് നല്ല റൊമാൻറ്റിക് മൂഡിലോട്ട് വരുമ്പോഴാ അവളുടെ കോത്തായത്തിലെ പിറുപിറുത്തുകൊണ്ട് തിരിഞ്ഞു നിന്നു ഇസഹാക്ക്. ഇങ്ങേര് കൈവിട്ടു പോയി. പണ്ടത്തെ ജോച്ചായനേ അല്ല ഇത്. ഈശ്വരാ, ഇനി ആള് മാറിയോ? ഇത് തന്നെയാണോ ശരിക്കുള്ള ജോച്ചായൻ? ഈ അമ്മുവിന് തെറ്റ് പറ്റാറില്ല. ഇങ്ങേരുടെ സ്വഭാവം മാറിയതാ. അവന്റെ പറച്ചില് കേട്ടതും അവനെ നോക്കി ആത്മഗതിച്ചുകൊണ്ട് സ്വയം തലയ്ക്ക് തട്ടി. ഒറ്റപ്പിരികം ഉയർത്തിക്കൊണ്ട് എന്തെന്നുള്ള രീതിയിൽ അവളെ നോക്കി. ഒന്നുമില്ലെന്ന് തലയാട്ടി തുടർന്നു. ഇച്ചായ, ഞാൻ പറഞ്ഞത് സത്യല്ലേ? അവരൊക്കെ തിരക്കില്ലേ? അവനടുത്തായി വന്നു നിന്നു അമ്മാളും. നമ്മൾ ഇവിടേക്കാ വന്നിട്ടുള്ളതെന്ന് വല്യമ്മച്ചി പറഞ്ഞിട്ടുണ്ടാവും. വല്യമ്മച്ചിയെയും കൊണ്ട് വല്യപ്പച്ചൻ ഇവിടേക്ക് വരുമായിരുന്നെന്ന് പറഞ്ഞപ്പോഴേ നിന്നെയും കൊണ്ട് ഇവിടേക്ക് വരാന്ന് കരുതിയത്. അപ്പൊ തന്നെ നിന്നെയും കൊണ്ട് ഇവിടേക്ക് പോന്നതാ. അവളെ ചെരിഞ്ഞൊന്ന് നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയവൻ. അവനെ നെറ്റി ചുളിച്ചു നോക്കിക്കൊണ്ട് കുറുമ്പോടെ. ഇച്ചായ, എങ്ങോട്ടാ പോണത്? പിന്നാലെ വിളിച്ചു ചോദിച്ചതും അവളെ അടിമുടിയൊന്ന് നോക്കിയവൻ. ഒന്ന് കുളിക്കണം, പോരുന്നു? കള്ളച്ചിരിയോടെ വീശ മുറുക്കിക്കൊണ്ട് ചോദിച്ചവൻ. അവനെ കൂർപ്പിച്ചു നോക്കി അമ്മാളും. വെറുതെ പറഞ്ഞതല്ലടി. ഇവിടത്തെ വെള്ളം നല്ല തണുപ്പാ. നീയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഹോട്ടാക്കാം. കണ്ണിറുക്കി ചിരിയോടെ പറഞ്ഞതും അമ്മാള് ചോദിച്ചതേ അബദ്ധമായല്ലോ എന്ന രീതിയിൽ മുഖം തിരിച്ചു. നീ ചെന്ന് ഫ്രഷ് ആവുന്നെങ്കിൽ ആയിക്കോ. ഇട്ടിരുന്നതൊക്കെ ഈറനായിരിക്കുമല്ലേ? ഷർട്ടിലെ ബട്ടൺ ഓരോന്നും അഴിച്ചുകൊണ്ട് പറഞ്ഞു ഇസഹാക്ക്. ആ, ഫ്രഷ് ആവാം. ഇച്ചയൻ കുളിക്കാൻ കയറിയിട്ട് അതാ നല്ലതേ. പതിയെ പിറുപിറുത്തുകൊണ്ട് അവനെ നോക്കുമ്പോൾ നീയൊക്കെ എവിടെന്നാടീ എന്ന എക്സ്പ്രഷൻ ഇട്ട് അവളെ നോക്കി കൈമലർത്തിയവൻ. റൂമിലെത്തിയതും അമ്മാള് ചുറ്റും നോക്കി. റൂമിന്റെ ഒരു ഭാഗം ചുമരിന് പകരം വലിയ വിൻഡോയാണ്. കർട്ടനിട്ട് മറച്ചിട്ടുണ്ട്. അവൾ അവിടേക്ക് നടന്ന് കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കി. നേരത്തെ കണ്ട പാറക്കൂട്ടങ്ങളും ആ കുഞ്ഞരുവിയും ഇവിടെ നിന്നാൽ നന്നായി കാണാം. നിലാവെളിച്ചത്തിൽ പുറത്തെ കാഴ്ചകൾക്ക് വല്ലാത്ത ഭംഗി തോന്നുക. ചുറ്റും ഏലച്ചെടികൾ മാത്രമാണെന്ന് അറിയാൻ പാടില്ല. നോക്കട്ടെ, രാവിലെ എല്ലായിടവും ചുറ്റിക്കാണണം, അവൾ ഓർത്തു. ഇസഹാക്ക് ബാത്റൂമിലേക്ക് കയറിയതും അമ്മാളു വേഗം ഡ്രസ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. റൂമിനുള്ളിൽ ഇരുന്നിട്ട് ഇരുപ്പുറയ്ക്കാതെ വന്നതും പുറത്തേക്കിറങ്ങി ഗാർഡനിലേക്ക് നടന്നു എഡ്ഡി. മനസ്സ് മുഴുവൻ അമ്മാളുമാണ്. ഈ ഒരു രാത്രി അയാൾക്കൊപ്പം അവർ ഒന്നായാൽ എന്നേക്കുമായി തനിക്ക് അവളെ നഷ്ടപ്പെടും. അങ്ങനെ സംഭവിക്കാതിരുന്നാൽ മതി. അല്ലേലും അമ്മാളുവിന് വഴിയാണ്ടിരിക്കുകയല്ലയോ. ഇച്ചായൻ അവളെ തൊടില്ല. ഈ അവസ്ഥയിൽ വല്ലാത്തൊരു ഭ്രാന്ത തനിക്കവൾ. നഷ്ടപ്പെടുന്ന കാര്യം ഓർക്കാൻ കൂടി കഴിയുന്നില്ല. ഇല്ല, ഒരിക്കലും ഞാൻ അവളെ നഷ്ടപ്പെടുത്തില്ല. അയാളെ കൊന്നിട്ടായാലും ഞാൻ അവളെ നേടിയെടുക്കും, പല്ല് ഞെരിച്ചുകൊണ്ട് ഓർത്തു എഡ്ഡി. എന്നാലും എന്റെ വല്യമ്മച്ചി, രണ്ട് മിണ്ടാപ്പൂച്ചകളും കൂടി കലമുടച്ച് മനുഷ്യനെ ഞെട്ടിക്കുവാണല്ലോ. പണ്ടെങ്ങനെ നടന്ന ഇച്ചായന? സദാസമയം ഓഫീസ്, മീറ്റിംഗ്, കോൺട്രാക്ട്, ബിസിനസ് ട്രിപ്പ്, കലിപ്പ്. കാണണമെങ്കിൽ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാവലിരിക്കണം, പാതിരാത്രി വരെ. ഇപ്പോ അമ്മാള് വന്നതോടെ എന്താ മാറ്റം? 24 മണിക്കൂറും റോമിയോ കളിച്ച് നടക്കുക കള്ളക്കാമുകൻ. ഈ പോക്ക് പോവാണെങ്കിലേ ഇച്ചായൻ വല്യപ്പച്ചനെ കടത്തി വെട്ടും കേട്ടോ കത്രിക്കൊച്ചെ. ആനി അവരെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് അത് പിന്നെ പറയണോ? അത് എന്റെ തനി പകർപ്പല്ലയോ ചെക്കൻ. കാണാനും അതങ്ങനെ തന്നെ. എത്ര പിണങ്ങിയിരുന്നാലും ജോണിച്ചൻ വന്ന് എടിയെ കത്രിക്കൊച്ചേ എന്നൊരു വിളി, കൂടെ ഒരു കള്ളച്ചിരിയും നോട്ടവും. അവിടെ മുക്കും കുത്തി വീഴും ഞാൻ. ചിരിയോടെ അവർ പറഞ്ഞു. അപ്പോ വല്യപ്പച്ചൻ ആളൊരു പുലിയായിരുന്നല്ലയോ? ആനി കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അവരെ നോക്കി. പിന്നില്ലേ,
ഇടവകയിലെ പെൺപിള്ളാരുടെ കണ്ണെല്ലാം ഇങ്ങേരില്ല. ആ എടുപ്പും സൗന്ദര്യവും ചങ്കുറപ്പും ഒക്കെ കിട്ടിയത് ജോണിക്കുട്ടനാ, ചിരിയോടെ പറഞ്ഞവർ. എത്ര പാതിരാത്രിയായാലും എൻ്റെ കയ്യിന്ന് ഒരു പിടി വാങ്ങി കഴിച്ചിട്ടേ അത് ഞാൻ ഉറങ്ങത്തുള്ളൂ. ഞാൻ പിണങ്ങി ഭക്ഷണം കഴിക്കാതെ ഇരിക്കുവാണേൽ അടുക്കളയിൽ കയറി പാകം ചെയ്ത് എന്നെ ഊട്ടിക്കും. അവിടെ തീരും പിണക്കം. ഒരു രാത്രിയിൽ കൂടുതൽ പോയിട്ടില്ല ഞങ്ങളുടെ പിണക്കം. പക്ഷേ ഞങ്ങളുടെ സ്നേഹം കണ്ടിട്ടാവും തമ്പുരാൻ അത് എന്നെ വേഗം അങ്ങ് കൊണ്ടുപോയത്. പറഞ്ഞു മുഴുവനാക്കാതെ കരയാൻ തുടങ്ങി. അത് കണ്ട് ആനിക്കും വലിയ വിഷമം തോന്നി. കരച്ചിലൊന്ന് അടങ്ങിയതും ആനി വീണ്ടും ചോദിച്ചു, വല്യപ്പച്ചൻ എങ്ങനെയാ മരിച്ചത്? സൈമൺ കുഞ്ഞായിരിക്കുമ്പോളാ. എസ്റ്റേറ്റിൽ പോയി തിരികെ വരുന്ന വഴി അത് ഞാൻ ഓടിച്ചിരുന്ന ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് വിതുമ്പലടക്കി പിടിച്ചവർ. അതിയാനൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ലായിരുന്നു മോളെ. അതിയാന്റെ ഓർമ്മകളിലാ പിന്നെ ഞാൻ ജീവിച്ചത്. എനിക്കന്ന് വെറും 24 വയസ്സ്. എൻ്റെ നല്ല പ്രായം. സൈമണും കുഞ്ഞല്ലേ. രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ എല്ലാവരും നിർബന്ധിച്ചു. പക്ഷെ എനിക്ക് കഴിയില്ലായിരുന്നു. വേറെ ആരും അതിയനെ പോലെ ആവില്ല മോളെ, ഇടർച്ചയോടെ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ തുടച്ചവർ. ആനിക്ക് ചോദിച്ചു തോർത്ത് വലിയ വിഷമം തോന്നി. വല്യമ്മച്ചി വിഷമിക്കല്ലേ, അവരുടെ തോളിൽ ചാഞ്ഞു. ഇപ്പോ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ 3 പേർക്കും വേണ്ടിയാ. നിങ്ങളുടെ ജീവിതം നല്ലതാവണമെന്ന്. എൻ്റെ അനുഭവം ആർക്കും ഉണ്ടാവരുതെന്ന്. ആനിയെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു അവർ. പുറത്ത് നല്ല മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. മണ്ണിനെ നനച്ചുകൊണ്ട് മഴത്തുള്ളികൾ പെയ്തിറങ്ങുന്ന നേരം പുതുമണ്ണിന്റെ മണം ഉയർന്നു വന്നു. ബാൽക്കണിയിൽ നിന്നുകൊണ്ട് മഴ കണ്ടു നിന്നു അമ്മാള്. ഇടിമിന്നലില്ലാതെ ശക്തമായ മഴയത്ത് തന്റെ ജോച്ചായനൊപ്പം മഴ നനഞ്ഞ് കളിച്ച നിമിഷങ്ങൾ ഓർത്തതേ പുഞ്ചിരി വിരിഞ്ഞു അവളുടെ ചുടികളിൽ. ഇസഹാക്കിന്റെ കരങ്ങൾ അവളുടെ വയറിൽ അമർന്നതും കണ്ണുകൾ വിടർന്നു. നീളൻ മുടി വകഞ്ഞു മാറ്റിക്കൊണ്ട് അവന്റെ ചുണ്ടുകൾ പിൻകഴുത്തിലും തോളിലും പതിയവേ ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ നിന്നുപോയവൾ. അവളെ തിരിച്ചു നിർത്തി അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഇസഹാക്ക്. അവന്റെ നെഞ്ചിൽ പച്ച കുത്തിയിരിക്കുന്ന മയിൽപ്പീലിയിലും അവളുടെ പേരിലും കണ്ണുകൾ ഉടക്കിയതും കൈവിരലുകൾ അവയെ തഴുകി. ഇച്ചായ, ഇത് അന്ന് ആ അമ്പലനടയിൽ വച്ച് അല്ലേ? ചോദിച്ചുകൊണ്ട് അവനെ നോക്കി. അതേന്ന് തലയാട്ടി. അന്നേരം അവനെ ഒന്ന് അടിമുടി നോക്കി അവൾ. ഒരു ടവൽ മാത്രമേ ഉടുത്തിട്ടുള്ളൂ. അവൾ മുഖം ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. എന്താ ഇച്ചായ ഇതൊക്കെ? കൂടെ ഒരു പെൺകുട്ടി ഉണ്ടെന്നുള്ള ഒരു വിചാരവുമില്ല. ഛേ, അവനെ അടിമുടി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അതെ, എൻ്റെ കെട്ടിയോളുടെ മുന്നിൽ എനിക്ക് എങ്ങനെ വേണോ നിൽക്കാം, എന്തുമാകാം. കീഴ്ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് അവളെ അരയിലൂടെ ചേർത്ത് അവനിലേക്ക് അണച്ചു. എന്തൊരു വേഷവാടി ഇത്! കെട്ടിയോൻ്റെ കൂടെ ഒറ്റയ്ക്ക് ഒരു രാത്രി സ്പെൻഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി മാന്യമായതിട്ടൂടെ? ഇതൊരുമാതിരി പാണ്ഡവന്റെ കാലത്തുള്ള അങ്കിയും വിട്ട് വന്നേക്കുക. പുച്ഛിച്ച് അവളെ നോക്കി. അമ്മാള് സ്വയം ഒന്ന് നോക്കി. ഒരു ലോങ് സ്കേർട്ടും കൈമുട്ട് വരെ സ്ലീവുമുള്ള നീളൻ ടോപ്പുമായിരുന്നു വേഷം. ഈ ഡ്രസ്സിന് എന്ത് മാന്യത കുറവാ! മാന്യമായ വസ്ത്രമല്ലേ? സ്കേർട്ട് വിരിച്ചു പിടിച്ചു നോക്കി. ഓഹ്, അതല്ലടി, നിനക്കിന്ന് വല്ല സ്ലീവ്ലെസ് ആയതൊന്നും കിട്ടിയില്ലേ? ഈ കുട്ടി ഫ്രോക്കെ? കള്ളച്ചിരിയോടെ അവളെ നോക്കി. എന്തിനാ സ്ലീവ്ലെസ്സും കുട്ടി ഫ്രോക്കും? നമുക്ക് 2 പീസ് ആക്കിയാലോ? പിരികമുയർത്തിക്കൊണ്ട് നെഞ്ചിൽ കൈപിണഞ്ഞു കെട്ടി ചോദിച്ചവൾ. ഷോ, അത്രയും ഒന്നും വേണ്ട പൊന്നെ, നീ താങ്ങുകയില്ല. ഒന്നാമത് നിനക്ക് കൈ മേലാണ്ടിരിക്കുമല്ലേ. എൻ്റെ കൈവിട്ട് പോവുകയാണെങ്കിൽ ശരിയാവുകയില്ല. അതുകൊണ്ടേ നമുക്ക് നമ്മുടെ ഫസ്റ്റ് നൈറ്റിന് അത് ട്രൈ ചെയ്യാടി. കുറുമ്പോടെ പറയുന്നത് കേട്ടത് അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഈശ്വരാ, എന്ത് തങ്കപ്പെട്ട സ്വഭാവമായിരുന്ന മനുഷ്യനാ! ഇപ്പോൾ വഷളത്തരം മാത്രമേ കയ്യിലുള്ളൂ. താടിക്ക് കൈവച്ച് പറഞ്ഞതും, ഡേ പെമ്പിളെ, എൻ്റെ കെട്ടിയോളോട് എനിക്ക് എന്ത് വഷളത്തനവും പറയാം, എന്ത് തരികിടയും കാട്ടാം, കേട്ടോടി? അയ്യടാ, അതെ, നിങ്ങളെങ്ങനെ ഇങ്ങനെ കണ്ടാൽ മതി. എനിക്കങ്ങ് വയ്യ അമ്മാതിരി. ഗർവിച്ചുകൊണ്ട് അവനെ നോക്കിയത്. അതിനൊരു ചിരിയായിരുന്നു അവന്റെ മറുപടി. അമ്മാളുവിനെ വലിച്ചവൻ നെഞ്ചിലേക്കിട്ടു വീണ്ടും. ഞാൻ വെറുതെ പറഞ്ഞതല്ലേടി പെണ്ണെ. എൻ്റെ അമ്മൂട്ടിയെ ഇങ്ങനെ മതി ഇച്ചായന്. അല്ലാതെ നമുക്ക് വലിയ പരിഷ്കാരമൊന്നും വേണ്ട. ഈ വസ്ത്രത്തിൽ തന്നെ എൻ്റെ പെണ്ണ് എന്തോരം ഹോട്ടാന്നറിയോ? നിറുകിലായി അവന്റെ ചുണ്ടുകൾ ചേർന്നതും പുഞ്ചിരിച്ചു അമ്മാളും. ഇച്ചായ, കുറച്ചു നേരം അവന്റെ നെഞ്ചിലായി മുഖം വെച്ച് നിന്ന ശേഷം മുഖമുയർത്തിക്കൊണ്ട് വിളിച്ചു. എന്നാ അമ്മു? എനിക്ക് വിശക്കുക. ചുണ്ടു കൂർപ്പിച്ച് പറഞ്ഞതും, അതിനെന്നാ, നമുക്ക് റെഡിയാക്കാന്നേ. എൻ്റെ കൊച്ചിന് നല്ല ചൂട് ദോശയും ചട്നിയും ഇച്ചായൻ്റെ വക. എന്നെ മതിയോ?
അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് ചോദിച്ചു. ശരിക്കും? കണ്ണുകൾ മിഴിഞ്ഞു വന്നു പെണ്ണിന്റെ. ആടി കാന്താരി. അവളുടെ മൂക്കിൽ പയ്യപ്പിച്ചി. ആദ്യം ഞാൻ ഈ വേഷമൊന്ന് മാറ്റിക്കോട്ടെ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും മാറി കബോർഡിൽ നിന്നും ഒരു ടീഷർട്ടും മുണ്ടും കയ്യിലെടുത്തവൻ കുറച്ചു മാറി നിന്ന് അതെടുത്തിട്ട ശേഷം അവളെയും ചേർത്ത് പിടിച്ച് അടുക്കളയിലേക്ക് നടന്നു. തുടരും. പ്രിയപ്പെട്ടവരെ, കഥ ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ പറയണേ. എനിക്കിന്ന് ചെറിയൊരു കോൾഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ വോയിസിലുണ്ടാവും. ക്ഷമിച്ചേക്കണേ.